കലാഭവൻ നവാസിൻ്റെ മരണം കുടുംബത്തിനും സിനിമാ ലോകത്തിനും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് പോയ നവാസിനെ പിന്നീട് മരിച്ച നിലയിൽ റൂം ബോയാണ് കാണുന്നത്. ഹൃദയാഘാതമാണ് മരണകാരണം. 51 വയസ്സിലാണ് ഈ പ്രിയ നടൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നടനായിരുന്നു കലാഭവൻ നവാസ്. അന്തരിച്ച നടൻ അബൂബക്കറിൻ്റെ മകനാണ് കലാഭവൻ നവാസ്. കലാഭവൻ നിയാസ്, നിസാമുദ്ദീൻ എന്നിവരാണ് സഹോദരങ്ങൾ. നവാസും നിയാസും അച്ഛൻ്റെ പാത പിന്തുടർന്ന് അഭിനയരംഗം തിരഞ്ഞെടുക്കുകയായിരുന്നു. വാത്സല്യം എന്ന സിനിമയിലെ കുഞ്ഞമ്മാവൻ എന്ന കഥാപാത്രമായി എത്തിയത് അബൂബക്കറാണ്. ഇന്നും ആ കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. നാടകത്തിലും സിനിമയിലും ശ്രദ്ധേയ വേഷം ചെയ്ത അബൂബക്കർ സ്വഭാവ നടനായും ഹാസ്യ നടനായും പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയിരുന്നു. മക്കൾ സ്വന്തം നിലയിൽ ജീവിതത്തിൽ മുന്നേറണമെന്നും സ്വയം പര്യാപ്തത നേടണമെന്നും അബൂബക്കറിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ പിതാവിനെക്കുറിച്ച് കലാഭവൻ നവാസ് സംസാരിച്ചിട്ടുണ്ട്. വീട്ടിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. കലാരംഗത്തോട് ഞങ്ങൾക്കുണ്ടായ താല്പര്യം ബാപ്പ മൗനമായി സപ്പോർട്ട് ചെയ്തു. ബാപ്പ പറഞ്ഞ കഥകളിൽ നിന്നാണ് ഞങ്ങളുടെ സ്കിറ്റുകൾ ഉണ്ടായത്. വർഷങ്ങളോളം കളിച്ച സ്കിറ്റുകൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നുണ്ടായതാണ് എന്നും കലാഭവൻ നവാസ് പറയുകയാണ്. വാത്സല്യം, ആധാരം, സല്ലാപം തുടങ്ങിയവയാണ് അബൂബക്കർ ചെയ്ത ശ്രദ്ധേയമായ സിനിമകൾ. അമ്മ, അമ്മായിയമ്മ, തിരകൾക്കപ്പുറം തുടങ്ങിയ സിനിമകൾക്ക് കരാറായ സമയത്താണ് നെഞ്ചുവേദനയെ തുടർന്ന് അബൂബക്കർ മരണപ്പെടുന്നത്. അവസരങ്ങൾ തേടിപ്പോകാത്ത ആളായിരുന്നു അബൂബക്കർ. തന്നെ തേടിയെത്തുന്ന വേഷങ്ങൾ വലിപ്പച്ചെറുപ്പം നോക്കാതെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്.